ലൈഫ് നെവർ ഗീവ്സ് യു അനദർ ചാൻസ്. ജീവിതം നൽകുന്ന അവസരങ്ങൾ പലപ്പോഴും ഏകപക്ഷീയമാണ്, അല്ലേ? നഷ്ടപ്പെട്ട നിമിഷങ്ങൾ തിരികെ ലഭിക്കില്ല എന്ന യാഥാർത്ഥ്യത്തെയാണ് ഈ വാചകം സൂചിപ്പിക്കുന്നത്. So let's begin a new series, and the series begins here. The first episode, ആ വഴി വേർപിരിഞ്ഞവർ, The Crossroads. ഈ കഥ പ്രണയത്തെയും ആത്മവിശ്വാസത്തെയും കുറിച്ചാണ്. ഒരു നിമിഷത്തെ മൗനം എങ്ങനെയൊരു ജീവിതത്തെ മാറ്റിമറിക്കുന്നു എന്ന് നോക്കാം. 5 വർഷം മുമ്പ് ഒരു മഴയുള്ള വൈകുന്നേരം പ്രജീഷും സാന്ദ്രയും ഒരു കഫേയിൽ വെച്ച് തർക്കിക്കുകയാണ്. പ്രജീഷിന് വിദേശത്ത് ജോലി കിട്ടിയിരിക്കുന്നു. സാന്ദ്ര കൂടെ വരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു, കാരണം അവന് സാന്ദ്രയെ അത്രമാത്രം ഇഷ്ടമാണ്. എന്നാൽ തൻ്റെ കുടുംബത്തെ വിട്ടുവരാൻ അവൾക്ക് കഴിയില്ല. എത്ര ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമുള്ളവരോട് ഒന്നും നോക്കാതെ പെരുമാറുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു രീതിയാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഈഗോയും കൂടി ആയാൽ പറയണ്ടല്ലോ. നീ വന്നില്ലെങ്കിൽ നമ്മുടെ ബന്ധം ഇവിടെ അവസാനിക്കും എന്ന് പ്രജീഷ് ദേഷ്യത്തിൽ പറയുന്നു. സാന്ദ്രയുടെ കണ്ണീർ കണ്ടിട്ടും അവൻ തിരിഞ്ഞു നോക്കാതെ പോകുന്നു. വർഷങ്ങൾ കടന്നു പോയിരിക്കുകയാണ്. ഇന്ന് പ്രജീഷ് വലിയൊരു ആർട്ടിസ്റ്റായി നാട്ടിൽ തിരിച്ചെത്തുന്നു. ഇത്രയും കാലം അയാൾ മനസ്സിൽ കരുതിയത് സാന്ദ്ര ഇപ്പോഴും തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്നാണ്. അവളോട് മാപ്പ് പറയണമെന്നും ജീവിതത്തിലേക്ക് അവളെ തിരികെ ക്ഷണിക്കണമെന്നും അയാൾ മനസ്സിൽ ഉറപ്പിക്കുന്നു. അന്ന് വൈകുന്നേരം സാന്ദ്രയുടെ വീടിനു മുന്നിൽ പ്രജീഷ് എത്തുന്നു. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ വാതിൽ തുറന്നത് ഒരു കൊച്ചുകുട്ടിയാണ്. പിന്നാലെ സാന്ദ്ര വരുന്നു. പ്രജീഷിൻ്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു തിളക്കം. പ്രജീഷ് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അകത്തുനിന്ന് സാന്ദ്രയുടെ ഭർത്താവ് വരുന്നു. സാന്ദ്ര പ്രജീഷിനെ സുഹൃത്തായി പരിചയപ്പെടുത്തുന്നു. പ്രജീഷ് പറയുവാൻ വന്ന വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങുന്നു. കാരണം അയാളുടെ മനസ്സിന് ഒരിക്കലും അത് ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. അയാൾക്ക് എവിടേക്കോ തെറ്റിപ്പോയി എന്ന് അയാൾ മനസ്സിലാക്കുന്നു. അധികമൊന്നും പറയാൻ നിൽക്കാതെ പ്രജീഷ് തിരികെ നടക്കുന്നു. വഴിയിൽ വെച്ച് തൻ്റെ ഡയറിയിൽ അയാൾ ഇങ്ങനെ കുറിക്കുന്നു: ജീവിതം ഒരു പുസ്തകം പോലെയാണ്. ചില പേജുകൾ നമ്മൾ തന്നെ വലിച്ചു കീറിയാൽ അതൊട്ടിക്കാൻ പിന്നീട് ലോകം മുഴുവൻ നൽകിയാലും കഴിയില്ല. ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ നമുക്ക്? എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? 1, വാശി. നമുക്ക് ഒന്നിനും കാരണമാകാത്ത രീതിയിൽ വാശി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. പിന്നീട്